ഹായ് നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിലെത്തിയ ഒരുപാട് മലയാളികൾ വിജയഗാഥകൾ കൊയ്ത കഥ. അതിൽ ഗൾഫ് രാജ്യങ്ങൾ പോലെ മലയാളികൾ ഒരുപാട് പേര് വളർന്ന് അല്ലെങ്കിൽ കേരളത്തിന് ഒരുപാട് സഹായം കൊണ്ടുവന്ന ഒരു മണ്ണാണ് മഹാരാഷ്ട്രയുടെ മണ്ണ്. മഹാരാഷ്ട്രയിലെത്തിയ പഴയ കഥകളെല്ലാം നമുക്കറിയാം. പഴയ നമ്മുടെ ഐക്കൺസ് ഓഫ് ഇന്ത്യയിൽ തന്നെ നമ്മൾ ഒരുപാട് കഥകൾ കേട്ടതാണ്. അതുപോലെ 40 വർഷങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലെത്തിയ ഒരു മലയാളി ഇന്ന് മഹാരാഷ്ട്രയുടെ നമുക്കറിയാം ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയുടെ നിർമ്മാതാവായി മാറിയ ഒരു കഥയുമായാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. യുണീക്കോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ MP അജയ് കുമാർ സാറാണ് ഇന്ന് നമുക്ക് പോകുന്നത്. നമസ്കാരം. നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആ 40 വർഷം മുമ്പെന്ന് ഞാൻ പറഞ്ഞ ആ 40 വർഷങ്ങൾക്ക് പുറകിലേക്ക് പോകാം. അന്നത്തെ എഡ്യൂക്കേഷനും പിന്നെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ആ സാഹചര്യമൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. പഠിച്ചതൊക്കെ കാരണം ജന്മനാട് എൻ്റെ തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലം, കൊടുങ്ങല്ലൂരിനടുത്ത് കയ്പമംഗലം എന്ന സ്ഥലത്താണ്. അവിടെ ഞങ്ങൾ എൻ്റെ അച്ഛൻ, അമ്മ, 5 മക്കൾ ഞങ്ങൾ. അതിൽ 4ാമത്തെ ഞാൻ. അങ്ങനെ ഒരു ചെറിയ ഒരു കുടുംബം വെച്ചാൽ കുടുംബം വലുതാണെങ്കിലും ചെറിയൊരു വളരെ പാവപ്പെട്ടൊരു കുടുംബം എന്ന് തന്നെ പറയാം. സാമ്പത്തികമായിട്ട് വളരെ. അച്ഛൻ ഈ പറയാം, നിങ്ങൾക്ക് അറിയാം, പായ കച്ചവടം എന്ന് പറയും. പായ കച്ചവടമായിരുന്നു. അതിങ്ങനെ ലോക്കലായിട്ട് അന്നൊക്കെ ഈ പായ ഒരുപാട് നെയ്യുന്നുണ്ടായിരുന്നു. ആ പായ നെയ്യുന്ന ഞങ്ങൾ പോയി വാങ്ങിച്ച് അതിനെ എല്ലാം ഇത് ചെയ്ത് അച്ഛൻ തൃശ്ശൂർ കൊണ്ടുപോകും. തൃശ്ശൂർ കൊണ്ട് തലച്ചുമടായിട്ട് നടന്ന് വിറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ 5 കുട്ടികളും അച്ഛൻ പഠിപ്പിച്ചതും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങൾക്ക് വേറെ സപ്പോർട്ടുകളൊന്നുമില്ല. അച്ഛൻ തന്നെ വേറെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു. അല്ലാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ആരും അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നമ്മളെ വിദ്യാഭ്യാസം ഒക്കെ അവിടെ തന്നെ കഴിഞ്ഞു. അതിനുശേഷം അന്നത്തെ കാലത്ത് പട്ടിണിയാണല്ലോ മെയിൻ കാര്യം. നമ്മൾ വിദ്യാഭ്യാസം കഴിയുക, നാട് വിടുക എന്നുള്ളതാണ് മെയിൻ. അല്ലാതെ പിന്നെ നാട്ടിൽ വേറെ ജോലി ശ്രമിക്കുക കാര്യങ്ങളൊന്നുമില്ല. നാട് വിടുക. കാരണം എൻ്റെ മൂത്ത ചേട്ടൻ, എൻ്റെ പാപ്പനൊക്കെ അന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോയി മതിയാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പഠിച്ച് അവിടെ പഠിപ്പ് കഴിഞ്ഞ ശേഷം 1984 ഞാൻ പൂനെയിലെത്തുന്നു. പൂനെയിൽ വന്നിട്ട് എന്തായിരുന്നു സാർ അന്ന് തുടങ്ങിയത്? പൂനെയിൽ വന്നിട്ട് ഞാൻ അന്ന് ജോലിക്ക് കയറിയപ്പോൾ എനിക്ക് അന്ന് സൂപ്പർവൈസറായിട്ട്, സൂപ്പർവൈസർ മീൻസ് ജൂനിയർ സൂപ്പർവൈസർ ഒന്നും പറയാൻ പറ്റില്ല, ജൂനിയർ സൂപ്പർവൈസർ ജോലി ചെയ്തെന്ന് വെച്ചാൽ അന്ന് എനിക്ക് 8 രൂപ ശമ്പളം ദിവസം. മാസം മാക്സിമം 200-225 രൂപ മാസം ശമ്പളം കിട്ടും. അങ്ങനെ കിട്ടും. അതിൽ നിന്നും നമ്മൾ മിച്ചം പിടിച്ച് 50-75 രൂപ നമുക്ക് നാട്ടിലേക്ക് അയക്കണം. കാരണം നമ്മളെല്ലാം ഹെൽപ്പ് കിട്ടിയാൽ അച്ഛനും അന്നൊരു സപ്പോർട്ടാവുള്ളൂ, കുട്ടികളെല്ലാം വന്നു. അപ്പം വന്നു. അങ്ങനെ ചേട്ടൻ്റെയും പാപ്പൻ്റെയും ആ ഒരു സപ്പോർട്ടിലൊക്കെയാണ് ഡെയിലി വേജസിന് ജോലിയായിരുന്നു. കാരണം അന്ന് ഇങ്ങനെ ഡയറക്റ്റ് കമ്പനിയിൽ അന്ന് വേക്കൻസി ഇല്ല, അങ്ങനെ ഇല്ല കാര്യങ്ങൾ. പക്ഷേ ഇവരെ സപ്പോർട്ട് കൊണ്ട് നമുക്കത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അവിടെ വന്ന് 8 രൂപ ശമ്പളത്തിന് കയറി അങ്ങനെ ജോലി തുടങ്ങി. അപ്പം അന്ന് നമ്മൾ 8 രൂപ എന്നല്ല, നമുക്ക് എന്തെങ്കിലും ജോലി സമ്പാദിക്കുക എന്നുള്ളത് നമ്മളെ മെയിൻ എയിം ഉണ്ടായിരുന്നു. അല്ലാതെ നമുക്ക് 8 രൂപയാണ് 10 രൂപയാണ് അങ്ങനെ ഒരു വിചാരം ഉണ്ടായില്ല. ജോലി എങ്ങനെയും നമുക്ക് കുറച്ച് പൈസ സമ്പാദിക്കുക, അത് പ്രത്യേകമായിട്ട് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ഇത്. കാരണം വീട്ടിലെ പട്ടിണിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചില ഓൾറെഡി നമ്മളെ മാനസികമായിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞു അങ്ങനെ ചെയ്യണം എന്നുള്ളത്. അവിടെ വന്ന് അവിടുത്തെ ഒരു ഗരവണ്ടങ്കറിൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്, ഒരു സിവിൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ വളരെ അന്ന് ഇന്ത്യയിൽ 3ാം സ്ഥാനം ഉണ്ടായിരുന്ന കമ്പനിയാണ്. അങ്ങനെ അവിടുത്തെ പണി കഴിഞ്ഞാൽ വേറെ സ്ഥലത്തോട് ട്രാൻസ്ഫർ ആയി. ഈ റിലയൻസിൻ്റെ പ്രൊജക്റ്റിനായിരുന്നു രസാരി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു. അവിടെ വന്നതിന് ശേഷം അങ്ങനെ പല സൈറ്റുകളിൽ അങ്ങനെ ഞാൻ 13 വർഷത്തോളം ജോലി ചെയ്തു, കണ്ടിന്യൂ ജോലി. എന്നാണ് സ്വന്തമായി? 97. 96 ലാസ്റ്റായിട്ട് നമ്മൾ തുടങ്ങി. അപ്പോൾ 25 വർഷം തികയാൻ പോകുന്നു തുടങ്ങിയിട്ട്. അപ്പോൾ
അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഗരണ്ടകിൽ എന്ന് പറഞ്ഞ കമ്പനി വിട്ടു. റേ കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് എന്നൊരു കൺസ്ട്രക്ഷൻ, അത് മലയാളീസാണ് അവിടെ എൻ്റെ കമ്പനിയിൽ. അപ്പം അവിടെ എനിക്ക് അവിടെ ജോലി, അവിടെ നിന്ന് മറ്റേ കമ്പനിയിൽ നിന്ന് ഇവിടേക്ക് മാറി. അന്ന് ഒരു കിട്ടിയപ്പോൾ എനിക്ക് ഒരു 1500 ശമ്പളമായി. അങ്ങനെ ഒരു ജമ്പ് ചെയ്തപ്പോൾ അവിടെ 750 കിട്ടിയായിരുന്നു അന്ന് അവിടെ നിന്ന് വിടുമ്പോൾ. അപ്പോൾ അത് ഒരു 1500 ശമ്പളം കിട്ടി. 1500 ശമ്പളം കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമല്ലേ. അങ്ങനെ അവിടെ ജോലി ചെയ്ത ശേഷമാണ് ഞാൻ അവിടെ നിന്ന് വിടുന്നത്. വിട്ടിട്ടാണ് സ്വന്തം വർക്ക് എടുക്കാം എന്നുള്ള ആഗ്രഹം തോന്നി. ഇവിടെ അടുത്ത് തന്നെ ജിന്തൽ ഗ്രൂപ്പിൻ്റെ വർക്ക്. അപ്പോൾ ഞാനിങ്ങനെ കമ്പനി വിടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ജോലി തരുമോ, അങ്ങനെയുള്ള ഒക്കെ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു തരുന്നു. അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്ത് വന്നു. അങ്ങനെ ഫസ്റ്റിൽ തന്നെ ഒരു 49,000 രൂപ വരെ ഒരു ജോലി തന്നു. 49,000 രൂപ ജോലി വർക്ക് കോൺട്രാക്ട് 49,000 കോൺട്രാക്ട് കിട്ടി. അങ്ങനെ ആ കോൺട്രാക്ട് എടുത്ത് അതിൽ നിന്ന് നമ്മൾ ഇതായി 49,000 നിന്ന് നമ്മൾക്ക് ഒരു 10-20,000 രൂപ ലാഭം കിട്ടി. 20,000 ലാഭം കിട്ടി. 20,000 ലാഭം കിട്ടിയപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ശ്രമിച്ചത്, നമ്മൾക്ക് അന്ന് വെച്ചാൽ ഒന്നുമില്ല നമ്മളെ സീറോ ആണ്. നമ്മൾ കോൺക്രീറ്റ് ആണെങ്കിൽ നമുക്ക് അത് എല്ലാത്തിനും എക്യുപ്മെൻറ്റ് വളരെ ഇതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ കാശിന് നമ്മൾ ഈ പറയില്ലേ നാട്ടിൽ പറയും ഷട്ടറിംഗ് പ്ലേറ്റ് എന്നാണ് ഞാൻ പറയുക. ഷട്ടറിംഗ് പ്ലേറ്റ് സ്ലാബൊക്കെ അടിക്കുമ്പോൾ സപ്പോർട്ടിന് വെച്ച് ഒരു 30 എണ്ണം വാങ്ങി. അന്ന് 1200 ഒരെണ്ണത്തിന് വിലയായിരുന്നു. ആദ്യത്തെ അസറ്റ്. അതാണ് നമ്മുടെ ആദ്യത്തെ അസറ്റ്. പിന്നെ നമ്മളങ്ങനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത്, നമ്മൾ കിട്ടുന്ന പൈസ എടുത്തിട്ട് അവിടെ സ്ഥലം മേടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ലാവിഷ അടിച്ചു പൊളിക്കുക, അങ്ങനെ ചിന്താഗതിയിലല്ല പോയത്. നമ്മൾക്ക് വേണ്ട എന്താണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വേണ്ട എക്യുപ്മെൻറ്റ് കാര്യങ്ങൾ, അന്നത്തെ അസറ്റിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അതാണ് നമ്മൾ മോഡേൺ ടെക്നോളജിയിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം, എന്തെല്ലാം നമ്മൾക്ക് വേണം, എന്തെല്ലാം നമ്മൾക്ക് ഉപകരണങ്ങൾ വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ കമ്പനിയെ കുറിച്ച്, കമ്പനിയുടെ ഒരു സ്വഭാവം പറഞ്ഞു തരാമോ? ഇൻഫ്രാ എഞ്ചിനീയേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതെ, ഞാൻ തുടങ്ങിയത് യൂണിക്കോ കൺസ്ട്രക്ഷൻ എന്ന പേരിലാണ്. വെറും യൂണിക്കോ കൺസ്ട്രക്ഷൻ. ഇപ്പോഴും ഉണ്ട്, കമ്പനിയുണ്ട്, 2 കമ്പനി, യൂണിക്കോ കൺസ്ട്രക്ഷൻ, യൂണിക്കോ ഇൻഫ്രാ എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. രണ്ടും നമ്മൾ ഒരു വ്യത്യാസമില്ല. രണ്ടും സെയിം തന്നെ. ഒന്ന് പാർട്ട്ണർഷിപ്പ്, ഒന്ന് ഇതാണല്ലോ പ്രൈവറ്റ്. അപ്പോൾ അതിൽ ഡയറക്ടേഴ്സ് അങ്ങനെ വരുന്നത്. ഇപ്പം ഡയറക്ടേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ, ഭാര്യ, ഇപ്പം 2 മക്കളെയും കൂടി ഞാൻ അതിൽ ഡയറക്ടേഴ്സ്. മിടുക്കന്മാരാണ്, നമ്മൾ കണ്ടു. അപ്പം അവരും ഈ ഫീൽഡിലോട്ട് 2 പേരും, അവർ ഒരാൾ മെക്കാനിക്കൽ എഞ്ചിനീയർ, ഒരാൾ സിവിൽ എഞ്ചിനീയർ, 2 പേരും UK നിന്ന് MS എടുത്ത്. അങ്ങനെ അവരും ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട്, ഇടം വലമായിട്ട് ഉണ്ട്. അതന്നെ വലിയൊരു സപ്പോർട്ടാണല്ലോ. അവരും കൂടി ഇപ്പോൾ അവരെ പതുക്കെ അവരങ്ങനെ ഫീൽഡിലോട്ട് വന്ന് അവരങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇൻഡസ്ട്രി നമ്മൾ ബിൽഡറല്ല. ഇവിടെ വെച്ചാൽ മുംബൈയിൽ വെച്ചാൽ ബിൽഡർ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ച് ആദ്യമേ ബിൽഡറാണെന്നുള്ള. ഞാൻ ബിൽഡറല്ല, ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷനാണ്. ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ വളരെ പെർഫെക്ഷൻ വേണ്ട ജോലിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ അവിടെ എല്ലാം എക്യുപ്മെൻ്റാണ് വരുന്നത്. വെച്ചാൽ അവർക്ക് പ്രൊഡക്ടിവിറ്റി വേണ്ട മെഷീനറിയുടെ ആണ് നമ്മൾ ചെയ്യുന്ന ഫൗണ്ടേഷൻ്റെ എല്ലാം പുറത്തിരിക്കേണ്ടത്. അതായത് ഒരു മെഷീൻ്റെതായ ഒരു മെഷർമെന്റ് ഉണ്ടാവും. ആ മെഷർമെന്റിൽ വെച്ചാൽ മിനിമം നമ്മൾ ഇത്രയും നമ്മൾ ഈ റൂമിൻ്റെ വലുപ്പത്തിലുള്ള കോൺക്രീറ്റുകളൊക്കെ നമ്മൾ ഇടുക. മനസ്സിലായില്ലേ? ഇവിടുത്തെ ഒരു ഗവൺമെന്റ് നല്ല സപ്പോർട്ടാണ്. ഗവൺമെന്റ് ഇൻഡസ്ട്രി ഒക്കെ വളരെ സപ്പോർട്ടാണ്. ഇല്ലാതെ പറയാൻ വളരെ നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ അച്ഛനും അമ്മയും 5 ഞങ്ങൾ 5 ചേട്ടനന്മാർ. അവരുടെ പേരൊക്കെ? മൂത്താൾ ഷൺമുഖൻ, രണ്ടാമത്താൾ ജയരാജൻ, മൂന്നാമത്താൾ സുരേഷ് ബാബു, 4ാമത്തെ ഞാൻ, 5ാമത്തെ സന്തോഷ്. ഈ സാറിന്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഭാര്യ, മക്കൾ 2പേരെ കുറിച്ച് പറഞ്ഞു. വൈഫിനെ കുറിച്ച്? വൈഫ് ഇപ്പം എൻ്റെ ഹൗസ് വൈഫ് ആദ്യമേ തന്നെ. കാരണം പുള്ളിക്കാരത്തി BSc ഇതാണ്, മാത്സാണ്. മനില. പക്ഷേ എനിക്കൊരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡാണ്.
അപ്പോൾ ഞാൻ കല്യാണം കഴിയുമ്പോൾ എനിക്കൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ, ക്വാളിഫൈഡ് ആയിരിക്കണം, പക്ഷേ ജോലിക്ക് ഞാൻ വിടില്ല. അതുകൊള്ളാലോ ക്വാളിഫൈഡ്. കാരണം ഈ നമ്മളെ കൺസ്ട്രക്ഷൻ മേഖല വെച്ചാൽ നമ്മൾ പോകുന്നതിന് ടൈമിംഗ് ഉള്ളൂ, വരുന്നതിന് ടൈമിംഗ് അപ്പം മക്കളുടെ കാര്യങ്ങൾ, പഠിത്തം കാര്യങ്ങൾ, അതെ അതെ, മക്കളെ കുറിച്ച് നമ്മൾ മുൻകൂട്ടി നമ്മൾ ചിന്തിക്കണല്ലോ, അല്ലെങ്കിൽ നമുക്ക് പല മക്കളുടെയും പിന്നിൽ നമ്മുടെ ഭാര്യമാരുടെ പരിശ്രമം തന്നെയാണ് ഉയർച്ചയ്ക്ക്. കാരണം +2 വരെ എല്ലാ വിദ്യാഭ്യാസ കാര്യവും നോക്കിയിരുന്ന വൈഫായിരുന്നു. അതിൽ എൻ്റെ യാതൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ല, ഫീസ് അടയ്ക്കേണ്ട കാര്യങ്ങൾ അല്ലാതെ വേറെ ഒന്നും അല്ല, അവരെ മാനേജ് ചെയ്തിരുന്നത്. ശരിക്കും ഭാര്യയ്ക്ക് ഈ ഉയർച്ചയിൽ ഭാര്യയ്ക്ക് ഒരു വലിയ സ്ഥാനം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭാര്യ 50% നമ്മളെ പാർട്ട്ണറാണ്. അല്ല കമ്പനിയിലും 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 കമ്പനി എന്നുള്ള ആ ഒരു പാർട്ണർഷിപ്പ് മാറ്റിയിട്ട് ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം ഒരു മനുഷ്യത്വപരമായിട്ട് വെച്ചാൽ വളരെ നമ്മളെ ഇത്രയും വളർച്ചയ്ക്ക് പിന്നിലുണ്ടായിരുന്ന വലിയൊരു സപ്പോർട്ടല്ല, ഭയങ്കര സപ്പോർട്ട്. രാജിവെക്കാൻ നേരത്തും കൂടെ നിന്നു. അതുമാതിരി പറഞ്ഞ് എന്തിനും നമുക്ക് ഫേസ് ചെയ്യാം, ശരി നമുക്ക് ഫേസ് ചെയ്യാം. അല്ല എനിക്ക് പറയുമ്പോൾ കുറച്ച് പൈസ കിട്ടുമ്പോഴേക്കും പറയും എനിക്ക് 5 സാരി അല്ല 10 സാരി അല്ലെങ്കിൽ 6 ഡ്രസ്സ് ഇല്ല. ഇപ്പം ഇന്നും വളരെ ഇതായിട്ട് ഇപ്പം ഞാൻ പറയും എന്തിനാ ഇത് ഇടുന്നത്, വേറെ ഇട്ടൂടെ, ഇല്ല കുഴപ്പമില്ല. അപ്പം ഇന്നും നമ്മൾക്ക് ആ ലളിതമായി ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. ആർഭാടം കാണിച്ചിട്ട് ജീവിക്കാൻ പറ്റും. ആർഭാടത്തിലേക്കാണ് ഉപരി നമ്മൾ ലളിതമായി ചെയ്യാൻ നമുക്ക് ഒരുപാട് വ്യക്തിബന്ധങ്ങളും എല്ലാം ഒരുപാട് കിട്ടും. ജാട കാണിക്കുമ്പോൾ നമ്മൾ വരും സ്ഥിരോടിക്കും 4 പ്രാവശ്യം സാറേന്ന് വിളിക്കും, അതിൽ കാര്യമില്ലല്ലോ. നമ്മളെ പിന്നിലും സാറെന്ന് വിളിക്കും, ചേട്ടാന്ന് വിളിക്കാതെ എനിക്ക് കൂടുതൽ സന്തോഷം. എന്നോടും അത് പറഞ്ഞായിരുന്നു, സാറെന്ന് വിളിക്കേണ്ട ചേട്ടാന്ന് വിളിച്ചാൽ. ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഒരുപാട് തിരക്കുള്ള ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്, തിരക്കാണ്, ഈ പറഞ്ഞ പോലെ സാമൂഹിക പ്രവർത്തനങ്ങളുണ്ട്, ഓടി നടക്കുന്നു. ഇതിനിടയിൽ സ്വയം ഒന്ന് എന്താണ് റിലാക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിലീഫ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ മാർഗങ്ങൾ, യാത്ര, ഹോബീസ് വെച്ചാൽ ഈയിടെയാണ് ഇപ്പം ഞാൻ UK വിസിറ്റ് ചെയ്തു, ദുബായ് വിസിറ്റ് ചെയ്തു, യാത്രകളുണ്ട്. പിന്നെ യൂറോപ്പ് ഫുള്ള് ഇപ്പം വിസിറ്റ് ചെയ്ത് യാത്രകൾ, സ്ഥലം കാണാനായിട്ട്. അതും ഞാൻ എല്ലാം കുട്ടികളെല്ലാം സെറ്റിലായി കാര്യങ്ങളായി അതിന് ശേഷമാണ്, അല്ലാതെ അതിക്ക് മുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ വരിക, ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പം നമ്മൾ കുടുംബങ്ങളെല്ലാവരും കൂടിയിട്ട് ടൂർ പോകും, അങ്ങനെയൊക്കെയുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ, അതായത് തുടക്കത്തിൽ നാട്ടിൽ നിന്ന് വണ്ടി കയറാനുണ്ടായ സാഹചര്യം തൊട്ട് ഇന്ന് അവസാനം കുട്ടികളെയൊക്കെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ഇംഗ്ലണ്ട്, യൂറോപ്പും ഗൾഫും ഒക്കെ കറങ്ങി നടക്കുന്നു എന്നൊക്കെ കേട്ടിരുന്നത് തന്നെ വലിയൊരു ഇൻസ്പിറേഷനായിരുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ഒരിക്കലും മറക്കില്ല ആ സഹായിച്ച ഒരുപാട് മുഖങ്ങളെ, അല്ലെങ്കിൽ അവർക്ക് സഹായ ഹസ്തം നീട്ടിയ ആ ഒരു മലയാളിയെ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ് ഈ ഐക്കണ്.